വബറകാതുഹു. വെൽക്കം ടു ലോക്കൽ ന്യൂസ്. വാർത്തകൾ വായിക്കുന്നത് സഹൽ വെങ്ങാട് ഫ്രം അംബൗൽ ഹുദാദർ പൈങ്ങന്നൂർ. വാർത്തകൾ ചുരുക്കത്തിൽ. പലസ്തീനിൽ മരണസംഖ്യ 35,000 പിന്നിട്ടു. റഫ ഉൾപ്പെടെ ഗസയിലുടനീളം ആക്രമണം ശക്തം. കനത്ത ബോംബിംഗ്, കൂട്ടപ്പലായനം തുടരുന്നു. അംബൗൽ ഹുദാദർ യുസബ ബുർദ ടീം സെലക്ഷൻ നടന്നു. ഡൽഹിയെ വീഴ്ത്തി RCB. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പലസ്തീനിൽ മരണസംഖ്യ 35,000 പിന്നിട്ടു. അടുത്ത രാജ്യാന്തര സമ്മർദ്ദം തുടരുമ്പോഴും റഫ ഉൾപ്പെടെ ഗസയിലുടനീളം ഫലസ്തീനികളെ ക്രൂരമായി കൊന്നൊടുക്കി ഇസ്രായേൽ. തെക്കൻ മുനമ്പിൽ ഫലസ്തീനികൾ കൂട്ടമായി കുടിയേറിപ്പാർക്കുന്ന റഫയിൽ കരയാക്രമണം വ്യാപിപ്പിക്കുന്നതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും UN അടക്കമുള്ള സംഘടനകളും കടുത്ത സമ്മർദ്ദം തുടരുമ്പോഴാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പറത്തിയുള്ള ഇസ്രായേൽ നരവേട്ട. അംബൗൽ ഹുദാദർ യുസബ ബുർദ ടീം സെലക്ഷൻ നടന്നു. 2024-25 വർഷത്തേക്കുള്ള സെലക്ഷനാണ് നടന്നത്. മുഹമ്മദ് ആദിൽ തിരൂരങ്ങാടി ടീം മാനേജറായും മുഹമ്മദ് അനസ് പൈങ്ങണ്ണൂർ ടീം ക്യാപ്റ്റനായും അസ്ലം മേടിപ്പാറയെ വൈസ് ക്യാപ്റ്റനായും തിരഞ്ഞെടുത്തു. അൻസിൽ പൈങ്ങണ്ണൂർ, മുഹമ്മദ് മുസ്തഫ പട്ടാമ്പി, അബു ത്വാഹിർ പാണ്ടികശാല, ഷമ്മാസ് മൂനൂർ, നബാൻ മേടിപ്പാറ, അർഷദ് പാറപ്പുറം എന്നിവരെ യുസബ ബുർദ ടീം അംഗങ്ങളായും തിരഞ്ഞെടുത്തു. ബി ടീമിനായുള്ള സെലക്ഷൻ ഉടൻ നടക്കുമെന്ന് മാനേജർ ആദിൽ തിരൂരങ്ങാടി അറിയിച്ചു. റിപ്പോർട്ടർ സയ്യിദ് മുസമ്മിൽ ഐദ്രൂസി തത്സമയം നമ്മോടൊപ്പം ചേരുന്നു. അംബൗൽ ഹുദാദർസിലെ യുസബ ബുർദയുടെ മാനേജർ മുഹമ്മദ് ഹാദിൽ തിരൂരങ്ങാടിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദിൽ, നിങ്ങൾക്ക് യുസബ ബുർദയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ പ്രാവശ്യം യുസബയുടെ ബുർദ സെലക്ഷൻ നടത്തിയിരുന്നു. അതിൽ ക്യാപ്റ്റനായി മുഹമ്മദ് അനസ് പൈങ്ങന്നൂരിനെ തിരഞ്ഞെടുത്തു. ഈ പ്രാവശ്യം ടീമിലെ ക്യാപ്റ്റനായി അനസ് പൈങ്ങന്നൂരിനെ തിരഞ്ഞെടുത്തു. ഉടനെ വൈകാതെ തന്നെ നമ്മുടെ ബി ടീമിൻ്റെ ബുർദ സെലക്ഷൻ ഉടനെ തുടങ്ങുന്നതാണ്. ഓക്കെ, താങ്ക് യു. ക്യാമറാമാൻ റയ്യാനോടൊപ്പം സയ്യിദ് മുസമ്മിൽ ഐദ്രൂസി. ഡൽഹിയെ വീഴ്ത്തി RCB. IPL ഡൽഹി ക്യാപിറ്റൽസിനെ 47 റൺസിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചയ ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസാണ് നേടിയത്.